നമ്മുടെ ജിൻഡോയെ മെഡിക്കൽ റൂമിലേക്ക് വിളിക്കുന്നു. അൻഫിമ, അഭിഷേക്, ഋഷി എന്നിവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജിൻഡോയെ മെഡിക്കൽ റൂമിലേക്ക് വിളിക്കുന്നത്. ജിൻഡോയെ മെഡിക്കൽ റൂമിലേക്ക് വിളിച്ചപ്പം എല്ലാവരും അങ്ങ് അത്ഭുതപ്പെട്ടു. എന്തിന് ജിൻഡോയെ മെഡിക്കൽ റൂമിലേക്ക് വിളിക്കുന്നു? ഋഷി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ജിൻഡപ്പ, എന്തിന് മെഡിക്കൽ റൂമിലേക്ക് വിളിച്ചത് എന്നപ്പം ജിൻഡൻ പറയുന്നു, ഇതുപോലെ എൻ്റെ ഒരു മുട്ടിൻ്റെ വേദനയുടെ കാര്യം നേരത്തെ ബിഗ് ബോസിനോട് പറഞ്ഞു, അതിനു വേണ്ടി ആയിരിക്കും. അവരാരും അത് വിശ്വസിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ അഭിഷേകം തന്നെ പറയുന്നത് ഇങ്ങനെ ഒരു കള്ളനാണെന്ന് പറയുന്നു. അപ്പം ജിൻഡോ ചിരിച്ചുകൊണ്ട് എണീച്ച് പോകുന്നുണ്ട്. എന്തോ ഒരു മെഡിക്കൽ പ്രോബ്ലം ജിൻഡോയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. ജിൻഡോയുടെ 2 ദിവസത്തെ പെരുമാറ്റവും അതുപോലെ എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇന്ന് ജിൻഡോ വളരെ സൈലൻ്റ് ആയിരുന്നു. പല വിഷയങ്ങളിൽ സാധാരണ കേസിൽ ജിൻഡോ ഏറ്റുമുട്ടുണ്ടാകാണ്, പക്ഷെ ഒന്നും മിണ്ടാതെ മാറി നിൽക്കുകയായിരുന്നു. എന്തോ ഒരു പ്രശ്നം ജിൻഡോയെ അലട്ടുന്നുണ്ട്. പക്ഷെ അത് മറ്റുള്ള മത്സരാർത്ഥികളോട് ആരും പറയാനും ജിൻഡോ തയ്യാറായിട്ടില്ല. അതാണ് ജിൻഡോയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. മറ്റുള്ളവരാരെങ്കിലും ഈ ഒരു പ്രശ്നം, മെഡിക്കൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് വലുതായിട്ട് ആളിക്കത്തിച്ച് അവരെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുന്നു, മെഡിക്കൽ റൂമിലേക്ക് പോകുന്നു, ഒരു സിമ്പതി പിടിച്ചു പറ്റാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജിൻഡോ ഈ വിഷയം, തനിക്ക് എന്താണ് വിഷയം എന്നുള്ളത് അവിടുത്തെ ഒരു മത്സരാർത്ഥികളുടെ കൂടെയും പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ജിൻഡോയുടെ ഏറ്റവും. ആ സിമ്പതി എനിക്ക് വേണ്ട, ആ വോട്ട് എനിക്ക് വേണ്ട എന്ന് തന്നെയായിരിക്കും ജിൻഡോ വിചാരിക്കുന്നത്. ഏതായാലും ജിൻഡോയെ മെഡിക്കൽ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട് ബിഗ് ബോസ്. എന്താണ് സംഭവം എന്നറിയില്ല. ജിൻഡോയ്ക്ക് എന്തോ കാര്യമായ മെഡിക്കൽ ചെക്കപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ കാര്യമായ പ്രശ്നം ഉള്ളതായിട്ടാണ് വിളിച്ചതിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. അതോ മുട്ടുവേദന, ജിൻഡോ പറഞ്ഞ പോലെ മുട്ടുവേദനയ്ക്ക് വേണ്ടി വിളിച്ചതാണോ എന്നെനിക്കറിയില്ല. പക്ഷേ മുട്ടുവേദനയ്ക്ക് വേണ്ടി വിളിച്ചതാണെന്ന് അവിടുത്തെ മത്സരാർത്ഥികൾ ആരും വിശ്വസിക്കുന്നുമില്ല.